ഹലോ, ബേബി ഔട്ട്ഫിറ്റ് 30 ഡിസ്റ്റൻസിൽ നമ്മൾ ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ പീറ്റർ പെൻ കളർ വന്നിട്ട് ഇതുപോലെ സ്ലീവിൽ പഫ് സ്ലീവൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിൽ ഇതുപോലെ നമ്മൾ ഇൻവിസിബിൾ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കിൽ ഇൻവിസിബിൾ സിബൊക്കെ കൊടുത്തിട്ടാണ്. പിന്നെ പ്ലീറ്റ്സ് വന്നിട്ട് ബോക്സ് പ്ലീറ്റാണ്. അംബർലയിൽ ബോക്സ് പ്ലീറ്റ് വന്നിട്ടുള്ള ഇതാണ്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കണം കേട്ടോ. ഉള്ളിൽ നമ്മളിതുപോലെ ഷിഫ്റ്റ് നെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആ ഒരു കളറല്ല, നമുക്ക് ഇനി ആ ഒരു കളറിലേക്ക് ബോ ഉണ്ടാക്കി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ബോവും കൂടിയും സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഫ്രോക്ക് ചെയ്യുന്നത് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ്. ഇത് ജിമ്മിച്ചു മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്, പിന്നെ ഷിഫ്റ്റ് നെറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊരു 6.5 to 7 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരുന്നത്. പക്ഷേ കുട്ടി നല്ല സ്കെൽറ്റായിട്ടുള്ള ഒരു കുട്ടിക്ക് ആ ഒരു ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. യോക്ക് പോർഷന് താഴെ നമ്മൾ കൊടുക്കുന്ന സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുക. അപ്പോൾ അത് അംബർലയായിട്ട് ബോക്സ് പ്ലീറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ള ബാലൻസ് ക്ലോത്തിൽ നിന്ന് നമുക്ക് സ്ലീവും അതുപോലെ തന്നെ മെയിൻ യോക്ക് പോർഷനൊക്കെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ക്ലോത്ത് ഇതുപോലെ നോർമലായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിന് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് മൊത്തം 4 ഫോൾഡ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് അംബർലയാക്കിയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ രീതിക്ക് ചെയ്യാൻ. നമുക്ക് ഫുൾ ക്ലോത്തും എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി രണ്ടാക്കിയിട്ടും മടക്കിയിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ജോയിൻറ്റ് വരും കേട്ടോ. അതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റുകൾ എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 21 ഇഞ്ചാണ് കേട്ടോ. അതായത് യോക്ക് റൗണ്ട് വന്നിട്ട് 21 ഇഞ്ചാണ്. അപ്പോൾ 21 ഇഞ്ചിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഈ ഒരു പ്ലീറ്റ്സ് ഇടാനുള്ള ഒരു ഭാഗം വേണ്ടത് കേട്ടോ. അപ്പോൾ 21 × 3 അപ്പോൾ കിട്ടും നമുക്ക് 63 കേട്ടോ. അപ്പോൾ ആ 63 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഇതിൽ 8 പീസാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ 63 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. 63 ഡിവൈഡ് ബൈ 8 ആകുമ്പോൾ നമുക്ക് 7.75 അങ്ങനെ ഒരു 8ൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുക. പ്ലസ് നമുക്കൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 8.5 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ 8.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത്, ഞാനിപ്പോൾ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് 8.5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ട് ടാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. മുകളിൽ നിന്ന് നമ്മൾ ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അടുക്ക് കറക്റ്റ് വരും. അപ്പോൾ 11 ഇഞ്ച് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ആ ഒരു 11 ഇഞ്ച് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് വന്നിട്ട് 32 ഇഞ്ചാണ് കേട്ടോ എനിക്ക് ഫുൾ ലെങ്ത്ത്. അപ്പോൾ അതൊന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ 32 മൈനസ് 9 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞ് 23 കേട്ടോ. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നമുക്ക് ഒരു 24 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 24 ഇഞ്ച് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിതുപോലെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ ഒരു ജോയിൻറ്റ് വരും കേട്ടോ താഴെ ഭാഗത്ത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 24 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ 24. അതിന് ശേഷം നമ്മൾ ടാപ്പ് വീണ്ടും മുകളിലേക്ക് വെച്ചിട്ട് ഇവിടുത്തെ റൗണ്ട് ഇപ്പോൾ നമുക്കൊരു 35 കിട്ടണം. ആ 35 ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ 35 നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ 24 തന്നെയാണ് കേട്ടോ കിട്ടുക. നമുക്കൊരു 4 പീസ് ജോയിൻറ്റ് വരും കേട്ടോ താഴെ ഭാഗത്ത്. കാരണം ഈ ഒരു ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് 4 പീസ് വരും. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് യോക്കും അതുപോലെ തന്നെ സ്ലീവൊക്കെ കിട്ടും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ ഒരു 4 ജോയിൻറ്റ് വരും. അത് ഇതുപോലെ നമുക്കൊരു ക്ലോത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ജോയിൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ക്ലോത്ത്, ഇതിലിപ്പോൾ 2 എണ്ണം ഉള്ളത്, ഇതുപോലത്തെ 4 എണ്ണം നമുക്ക് വെക്കണം കേട്ടോ. വെച്ച് കൊടുക്കുക, കറക്റ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കയറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പോർഷൻ കട്ട് ചെയ്ത് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ യോക്ക് റൗണ്ടിൻ്റെ 3 ഇരട്ടിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ബോക്സ് പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ യോക്ക് റൗണ്ടിൻ്റെ കറക്റ്റിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് 2 പീസും കൂടി വേണം. അതിന് ലാസ്റ്റ് യോക്ക് പോർഷനൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുക കേട്ടോ. യോക്ക് പോർഷൻ നമ്മൾ നോർമലായിട്ട് സിബ് വെച്ചിട്ട് നോർമലായിട്ടുള്ള യോക്കാണ് കേട്ടോ. പീറ്റർ പെൻ കോളറാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 1/2 ഇഞ്ച് സിബിനുള്ളത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ അളവുകളൊക്കെ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഷോൾഡർ വന്നിട്ട് എനിക്ക് 5.5 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴേക്കും 5.5 തന്നെയാണ് കേട്ടോ.
അതുപോലെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് എനിക്ക് ചെസ്റ്റ് റൗണ്ട് 22 അപ്പോൾ നമുക്ക് വൺ സൈഡ് വരിക 5.5 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടിയും കൂട്ടിയിട്ട് 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ 2 ഇഞ്ചും കൂടിയും ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. യോക്ക് ലെങ്ത്ത് അത് സ്റ്റിച്ച് ചെയ്തിട്ട് 9 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. യോക്ക് റൗണ്ട് വന്നിട്ട് 6 ആണ്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈൻ കൊടുക്കാം. എനിക്ക് താഴെ ഭാഗത്തുനിന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടതും ലാസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്യുള്ളൂ. അതിന് ശേഷം ആം റൗണ്ട് വരച്ചെടുക്കാം. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഈ ലൈനിൻ്റെ മുകൾക്ക് ഇതുപോലെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യട്ടെ. ഞാൻ നെക്കിൻ്റെ അകലം ഇവിടെ 2.25 കേട്ടോ കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് 2.5 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ 2.25 കൊടുക്കുന്നത്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് നെക്കാണ് വരുന്നത്, പീറ്റർ പെൻ കോളറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ബാക്ക് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. സിബ് വെക്കാനുള്ളൊരു ഭാഗം ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ കറക്റ്റ് മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് അളവിലല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. ഞാനിത് ഒരു ഏകദേശം ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുള്ളൂ. സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ 10 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ആ നോർമൽ സ്ലീവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കില്ല. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ലൈനിങ് ക്ലോത്തിൽ സ്കർട്ട് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ നോർമലായ രീതിയിലാട്ടോ കട്ട് ചെയ്യണത്. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത്, അമ്പർല അല്ല കേട്ടോ. അപ്പോൾ ഷിഫ്റ്റ് നെറ്റ് ഞാനിതുപോലെ സ്ട്രൈറ്റ് ആയിട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം 20 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്യണത് കേട്ടോ. നമ്മളിപ്പോൾ അമ്പർല ആയിട്ടല്ല കേട്ടോ ഷിഫ്റ്റ് നെറ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത്, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ. ഞാനിതുപോലെ അമ്പർല ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമ്മൾ കുറച്ച് പ്ലീറ്റ്സും ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് എനിക്കൊരു 22 ഇഞ്ച് ഒക്കെ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമുക്ക് അതിലേക്കൊരു പീറ്റർ പാൻ കോളർ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അതിൽ എത്ര നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് അപ്പോൾ അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നെക്കിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ഈ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇവിടുന്നല്ല, നെക്ക് എവിടുന്നാണോ റൗണ്ട് ചെയ്ത് അവിടുന്ന് ഇതുപോലെ 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതൊരു റൗണ്ടാക്കിയിട്ട് വരച്ചെടുക്കുക കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്കിൻ്റെ റൗണ്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ റൗണ്ട് ചെയ്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെയാണ്. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു കർവ് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ രീതിക്കാണിട്ട് വരിക. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ നമ്മൾ ഈ കോളർ കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒരു ക്ലോത്തിൽ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ക്ലോത്ത്
കോട്ടൻ്റെ ആണ് അല്ലെങ്കിൽ കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇതേമാതിരിക്കാണ് കേട്ടോ. അതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മറിക്കുമ്പോൾ ഈ ഒരു ക്ലോത്തായ കാരണം കൊണ്ട് നമുക്ക് ഈ ക്യാൻവാസ് ഇപ്പുറത്ത് കൂടെ നിഴലടിച്ച് കാണും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകൾക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതല്ല ഒരു ഒറ്റ പീസായിട്ട് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ കോളറിൻ്റെ ഭാഗം, അതുപോലെ നെക്കൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, ഈ കോളറിൻ്റെ ഭാഗം മാത്രം ഇതേപോലെ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ഒക്കെ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ 2 പീസിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് ക്ലോത്ത് എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ക്യാൻവാസ് ഒട്ടിച്ച പീസ് തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 3 പീസൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലായിട്ടുണ്ടാവുക. നമുക്കിവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോ കട്ടുകൾ കൊടുക്കാം കേട്ടോ. അത് നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. നമുക്കത് ഫുള്ളായിട്ട് ഓരോ കുഞ്ഞു കട്ടുകൾ കൊടുക്കാം. പോലെ നന്നായി മറിച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ കോളറിൽ നമുക്കത് ഒരുപാട് മെത്തേഡിൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ നെക്കിൻ്റെ ആദ്യം ഇവിടെ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ട് നമുക്ക് ആ നെക്ക് വെച്ചിട്ട് മറിച്ചടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. നമ്മൾ നോർമലായിട്ട് നെക്ക് ചെയ്യാറില്ലേ, അതുപോലെ പൊട്ട വശത്ത് വെച്ച് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ലൈനിങ് ഉള്ള കാരണം കൊണ്ട് ലൈനിങ് വെച്ചിട്ട് കേട്ടോ മറിച്ചടിക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ കോളർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ നെക്ക് ഓൾറെഡി റൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ആ റൗണ്ട് നമ്മൾ പൊട്ട വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് പതിച്ചടിക്കുകയോ ചെയ്യുക. അപ്പോൾ ലൈനിങ് ഉള്ള കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ നല്ല വശത്ത് വെക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈനിങ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പം പീറ്റർ പെൻ കോളറിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണ പോലെ തന്നെ ഇനി നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുള്ള സെൻറ്റർ ഭാഗം അതുപോലെ ഈ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ അളവുകൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അളവിലൊക്കെ ഡിഫറൻസ് വരും. നമുക്ക് ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്രേപ്പ് ലൈനിങ് കൂടി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മറന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ ക്ലോത്തിൻ്റെ പൊട്ട വശത്ത് ഇതേപോലെ ഇപ്പോൾ സ്റ്റിച്ചിൽ കഴിഞ്ഞിട്ട് ഞാൻ ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മറന്നതാണ്. നമ്മളിതുപോലെ ഫസ്റ്റ് നമ്മുടെ ക്രേപ്പ് ലൈനിങ് വെക്കുക, അതിൻ്റെ മുകളിൽ ഇതുപോലെ നല്ല ക്ലോത്ത് വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കണം കേട്ടോ. ശേഷം ഇതേപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ നന്നായി പതിച്ചതുപോലെ വലിച്ച് വെച്ചിട്ട് നന്നായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിങ്ങിന് നമ്മൾ നന്നായിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ നെക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് ലൈനിങ് നന്നായിട്ട് കാണും, പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിബ് എങ്ങനെ വെക്കുക, ഹൈഡ് ചെയ്തിട്ട് വെക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അതിൻ്റെ മാത്രമായിട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇതുപോലെ നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിനും ഫസ്റ്റ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിബിൻ്റെ നല്ല വശം വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ് വെച്ചിട്ട് നെക്കും സിബിൻ്റെ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കണില്ല കേട്ടോ എങ്ങനെ സിബ് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ബാക്കിൽ ഇതുപോലെ സിബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ് ചെയ്യണം കേട്ടോ. അപ്പോൾ പഫ് സ്ലീവ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൽ മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ നെക്കും അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനെ കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ലെങ്ത്ത് കൂട്ടേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ നമ്മൾ കാണിച്ചത് തന്നെ വീണ്ടും കാണിച്ചിട്ട് ഒരുപാട് ലെങ്ത്ത് കൂട്ടേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പഫ് സ്ലീവിൻ്റെ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് പഫ് ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് താഴെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ യോക്ക് പോർഷൻ ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ സ്ലീവൊക്കെ
ചിത്തു അതുപോലെ തന്നെ വള്ളിയൊക്കെ വെച്ചിട്ട് ഞാൻ ഷേപ്പും കാര്യങ്ങളൊക്കെ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ചെയ്യാം കേട്ടോ. സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതുപോലെ ലൈനിങ് ക്ലോത്തുകളൊക്കെ അതുപോലെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ, രണ്ട് സൈഡും. അപ്പോൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഒക്കെ സൈഡ് ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഷിഫ്റ്റ് നെറ്റിൻ്റെയും രണ്ട് സൈഡും കൂട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങിന് രണ്ട് സൈഡ് കൂട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ഷിഫ്റ്റ് നെറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഓരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. വേണ്ടത് ഇതുപോലെ ഓരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ബോക്സ് പ്ലീറ്റ് ഇതുപോലെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലായ കാരണം കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ബോക്സ് പ്ലീറ്റ് നിൽക്കില്ല. ഇതിലിപ്പോൾ ഒരു 4 ബോക്സ് പ്ലീറ്റ് ഞാൻ 4-5 ബോക്സ് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ നിൽക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ അങ്ങനെ ആയ കാരണം കൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ബോക്സ് പ്ലീറ്റ് ഇടാനോ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്ലോത്തിൽ നമുക്ക് പിൻ ചെയ്തിട്ട് നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് മതി, നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഓരഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ടാമത് മാർക്ക് ചെയ്ത ഈ 1 ഇഞ്ചിനെ എടുത്തിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ മുകൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ബോക്സ് പ്ലീറ്റ് പല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് 3 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ബോക്സ് പ്ലീറ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് പോവുക, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തതിന് അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ബോക്സ് പ്ലീറ്റ് ഇട്ടതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഓരഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതിന് ശേഷം മാർക്ക് ചെയ്ത ഈ ക്ലോത്തിന് ഇതുപോലെ പിടിച്ചിട്ട് ഈ 1 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ 1 ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തായ കാരണം കൊണ്ട് എനിക്ക് പിൻ ചെയ്തിട്ടും കാര്യമില്ല, നിൽക്കില്ല ഇതേപോലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് പ്ലീറ്റ് കിട്ടി. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വീണ്ടും നമ്മൾ ഓരഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതുപോലെ 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ്സ് ഇട്ടില്ല അതേപോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ എടുക്കുക. ആ 1 ഇഞ്ചിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ 2 ഓറഞ്ച് മാർക്ക് ചെയ്തില്ല, ആ 1 ഇഞ്ചിനെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വന്നതിന് ശേഷമാണ് അടുത്ത പ്ലീറ്റ്സിനെ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ല. അപ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് രണ്ടാമത്തെ 1 ഇഞ്ചിൻ്റെ മുകൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഉണ്ടല്ലേ, ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ ഇത് നല്ല നമുക്ക് പെർഫെക്ഷനായിട്ട് ഈ ഒരു മെറ്റീരിയൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ചുളിഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കോട്ടൺ മെറ്റീരിയലൊക്കെ അണിച്ച് നമുക്ക് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കെടുക്കുക. ഇതുപോലെ നമ്മൾ 3 പ്രാവശ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ രണ്ടാമത്തെ 1 ഇഞ്ചിനെ മൂന്നാമത്തെ 1 ഇഞ്ചിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ക്ലോത്തായ കാരണം കൊണ്ടാണ് കേട്ടോ ഇതുപോലെ നീങ്ങി പോണത്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബോക്സ് പ്ലീറ്റ് എടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്ലീറ്റ്സ് ഇടുമ്പോഴും ഈ രീതിക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പ്ലീറ്റ്സിനെ എടുത്തിട്ട് ഈ 1 ഇഞ്ചിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഈ മൂന്നാമത്തെ 1 ഇഞ്ചില്ലേ അതിൻ്റെ മുകൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ 2 സൈഡും ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ടൺ ലൈനിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഷിഫ്റ്റ് നെറ്റ് ഇതുപോലെ വെച്ചെടുക്കാം. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൻ്റെ ഒപ്പം ഷിഫ്റ്റ് നെറ്റ് എത്തിക്കുക കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭാഗം നമുക്ക് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ ഷിഫ്റ്റ് നെറ്റിൽ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് 24 ഇഞ്ചിലേക്ക് റൗണ്ട് എത്തിക്കണം കേട്ടോ.
ഇതുപോലെ നമുക്ക് കോട്ടൺ ലൈനിങ്ങിൽ പ്ലീറ്റ്സ് ഇട്ടിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ് നമ്മൾ അമ്പറിലേക്ക് കട്ട് ചെയ്തതിൽ ഇതേപോലെ കുറച്ച് പ്ലീറ്റ്സുകൾ അവിടെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അടുപ്പിച്ചൊന്നും പ്ലീറ്റ്സിലുണ്ട, അവിടെ ഇവിടെയൊക്കെ ഓരോ പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് കറക്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ക്രേപ്പ് ലൈനിങ് ഇതേപോലെ നമ്മുടെ ഷിഫ്റ്റ് നെറ്റും കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ മുകൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് നെറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. മുകളിൽ ക്രേപ്പും പിന്നെ ഇതുപോലെ ഷിഫ്റ്റ് നെറ്റും പിന്നെ കോട്ടൺ ലൈനിങ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരിക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് നെറ്റ് പൊന്തി നിൽക്കുന്ന കാരണം തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇന്ത്യയിൽ നമ്മൾ നോർമലായിട്ട് കുറച്ച് കനം കൊണ്ടുള്ള ഷിഫ്റ്റ് നെറ്റാണ് വയ്ക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി നിൽക്കണം പറഞ്ഞിട്ട് അവർ ഈ ഒരു ഷിഫ്റ്റ് നെറ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും നമ്മൾ വലിയ ആൾക്കാരുടെ ലെഹങ്ക അതുപോലെ വലിയ ആൾക്കാർക്കുള്ള ഡ്രസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റ് നെറ്റാണ് കേട്ടോ. ഒരിക്കലും കിഡ്സിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. കിഡ്സിൻ്റെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഉണ്ട്, അതാണ് കേട്ടോ യൂസ് ചെയ്യുക. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് യോക്ക് പോർഷനിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബീഡ്സൊക്കെ പഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ്, നമുക്കിത് എല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് ഫസ്റ്റ് ലേസ് യോക്ക് പോർഷനിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്കേർട്ട് പോർഷൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ സെക്യൂറായിട്ട് തന്നെ നമുക്ക് ഈ ലേസ് ഇവിടെ അറ്റാച്ച് ആയി കിട്ടും കേട്ടോ. പോർഷനിലേക്ക് മാത്രമാണ് കേട്ടോ ഈ ലേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് യോക്ക് പോർഷനിൽ നമ്മൾ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ യോക്ക് പോർഷൻ നല്ല വശത്തേക്ക് നമ്മൾ ഇതുപോലെ സ്കേർട്ട് പോർഷൻ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കണം. കാരണം ഇത് ബോക്സ് പ്ലേറ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് കറക്റ്റായിട്ട് തന്നെ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വൺ സൈഡ് ഫോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ടുള്ള ലേസ് വെച്ചിട്ടുള്ള കറക്റ്റ് അളവിൽ തന്നെ നമുക്കിതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ മെയിൻ പാർട്ട് യോക്കിൻ്റെ മുകളിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാവുക നമ്മുടെ ലേസ്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തതൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് പോകും. പിന്നെ നമ്മളിതിനെ ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടും ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈ ഉൾഭാഗത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കോട്ടൺ ലൈനിങ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ മെയിൻ പാർട്ട് ഇതുപോലെ എടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഈ ഷിഫ്റ്റ് നെറ്റ് ഇതായ കാരണം കൊണ്ടാണ് കേട്ടോ മറിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ മെയിൻ പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കില്ല, അതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഓവർലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി നമുക്ക് ഈ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണ്. പിന്നെ ഫ്രോക്കിൻ്റെ എൻഡ് ഭാഗം ഞാൻ റോൾ ഹെമ്മിങ് ചെയ്യാനായിട്ട് ചെയ്യണത്. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്തെടുക്കാണ്ട് ഫ്രോക്കിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ബീഡ്സുകൾ മുത്തുകൾ പഞ്ച് ചെയ്ത് കൊടുക്കാനും പിന്നെ ഒട്ടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇഞ്ചി മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു ആണി പോലത്തെ സംഭവങ്ങൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ ഈ മുത്ത് ഇതിൻ്റെ ഉള്ളിലേക്കും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ബാക്ക് സൈഡിൽ അത് ലോക്കായിട്ട് ഇരിക്കും ചെയ്യും. നമുക്ക് മുകളിലേക്ക് നല്ല ഫിനിഷിങ്ങോട് കൂട്ടി ഇളകി പോകുന്നില്ല കേട്ടോ. ഇതേപോലെ ഞാനൊന്ന് ഫുള്ളായിട്ട് പഞ്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.